Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Okay. ആരാ പ്രയർ പാടുന്നത്? ഞാനാണ് മിസ് ആതിര ടി കെ. തുടങ്ങട്ടെ. ജഗദീശ്വര നിന്റെ മുൻപിൽ തൊഴുകൈയുമായിതാ ഞങ്ങൾ. ജഗദീശ്വര നിന്റെ മുൻപിൽ തൊഴുകൈയുമായിതാ ഞങ്ങൾ. ഈ വിശ്വവേദിയിൽ നിന്റെ അനുഗ്രഹപ്പൂമഴ ചൊരിയണമേ. ഈ വിശ്വവേദിയിൽ നിന്റെ അനുഗ്രഹപ്പൂമഴ ചൊരിയണമേ. ജഗദീശ്വര നിന്റെ മുൻപിൽ തൊഴുകൈയുമായിതാ ഞങ്ങൾ. ഈ മക്കളിൽ എന്നുമെന്നും നീതി സൂര്യനെളിയൂ. ഈ മക്കളിൽ എന്നുമെന്നും നീതി സൂര്യനെളിയൂ. തിന്മയകറ്റി നന്മ നിറയ്ക്കാൻ അഖിലേശ്വര നീ വരമേകണേ. തിന്മയകറ്റി നന്മ നിറയ്ക്കാൻ അഖിലേശ്വര നീ വരമേകണേ. ജഗദീശ്വര നിന്റെ മുൻപിൽ തൊഴുകൈയുമായിതാ ഞങ്ങൾ. ജഗദീശ്വര നിന്റെ മുൻപിൽ തൊഴുകൈയുമായിതാ ഞങ്ങൾ. താങ്ക് യു. അവര് പാട്ട് പഠിച്ചിട്ടുണ്ടോ? കുറച്ച് പഠിച്ചിട്ടുണ്ട്. ഒരു 1 year പഠിച്ചിട്ടുണ്ടായിരുന്നു. പാടിച്ചോ? സൗണ്ട്. താങ്ക് യു. പാട്ട് പഠിക്കാം അല്ലേ? ഓക്കെ മാം. ഓക്കെ, സൈൻ ഇൻ ആരാ? സൈൻ ഇൻ. സൈൻ ഇൻ ആരാ പറഞ്ഞിരിക്കുന്നത്? ലീഡറില്ലേ? ആരുമില്ല സൈൻ ഇൻ. രമ്യ ജോയിൻ ആയിട്ടുണ്ടോ? സൈൻ ഇൻ ആരാ? ആരെങ്കിലും ഒരാൾ പറയൂ. ഞാൻ പറയട്ടെ മാം. ആര്യ. I am very happy to welcome you all to this class. Today we begin a new journey of learning and growth together. In this class we will explore and work on building strong skills and knowledge. I encourage everyone to participate, ask questions and be curious. Let's make this class a positive and exciting experience for all us. Thank you all. Let's get started class. Thank you ma'am. Have a nice day. ആര്യാണോ പറയേണ്ടത്? സൈൻ ഇൻ പറയേണ്ടതായിട്ടുണ്ട്. അല്ല ആരും ഇല്ലാത്തോണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ആദ്യമായിട്ടാ പറയണേ. നല്ല കാര്യമാണ് കേട്ടോ. അങ്ങനെ ആരുമില്ലെങ്കിൽ മുന്നോട്ട് വന്നാൽ നിങ്ങളുടെ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയണം കേട്ടോ. ആരുമില്ലെങ്കിലും നിങ്ങൾ വന്നത് തന്നെ, അല്ലെങ്കിൽ അതിന് എന്താ തയ്യാറാവാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഓരോരുത്തരും ചെയ്യാം, പഠിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ ഓക്കെ, ആർക്കും ഒരു ബിഗ് ക്ലാപ്പ് കൊടുക്കും കേട്ടോ എല്ലാവരും. നന്നായിട്ട് നല്ലതായിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇതുപോലെ എല്ലാവരും വരാം, മുന്നോട്ട് വന്നോട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ്
തോട്ട് ആരാ? ഞാനാണ് മാം. ഓക്കെ, ഷഹാന അല്ലേ? ഷഹാന. Good afternoon, ma'am and my friends. Today's thought of: if you work hard anything with patience, it will definitely pay off. ഏത് കാര്യവും ക്ഷമയോടെ പരിശ്രമിച്ചാൽ അതിന് തീർച്ചയായും ഫലം കിട്ടും. APJ അബ്ദുൽ കലാം. ഓക്കെ, എന്തെങ്കിലും ഉണ്ടോ? ആക്ഷൻ സോങ്ങോ അങ്ങനെ ഹലോ എന്തെങ്കിലും? മാം, ആ, ധന്യ. മാം സ്റ്റോറിയാണ്. ധന്യക്ക് ഹലോ. എന്ത്? ആ, പറഞ്ഞോളൂ. സ്റ്റോറി പറയാനായിരുന്നു. ആ, സ്റ്റോറി. Good afternoon, ma'am and your friends. I am going to tell a story today. The title of the story is The Wise Old Man. One fine day, a wealthy man brought to his son an old scholar to guide him to the good path. The scholar agreed to guide the young boy to a store. They came across a small sapling, and the scholar asked the boy, pull out. The boy did it easily. Next, the scholar asked him to pull out a slight bigger plant. The boy did it, so it took a little more effort than it's hard to take and to pull out a sapling. Point to a bush, then the scholar asked the boy to pull that out. The boy has to use all strength in order to obey his teacher. Finally, the scholar asked the boy, pull out a tree. The boy grasped and wrung, all tired with all his might, but all vain. The scholar smiled at us and said, "So it's with bad habit. It's earlier to uproot them at all starting stage. But once they take hold, they cannot be pulled out, however hard you try." So, moral of the story is it's best to pull out bad habits at the earliest. Otherwise, they will control you. Thank you, ma'am. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഭാഗം എന്ന് പറഞ്ഞത് യൂണിറ്റ് 2 ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് ആയിരുന്നു അല്ലെ? നമ്മള് ഫിസിക്കൽ ഡെവലപ്മെന്റിനെ കുറിച്ച് പഠിച്ചിരുന്നു അല്ലെ? എന്തായിരുന്നു ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല്? എന്താ പറയുന്നത്? എന്താ മീൻ ചെയ്യുന്നത് ഫിസിക്കൽ ഡെവലപ്മെന്റ്? എന്താ മീൻ ചെയ്യുന്നത്? Progressive development of the body. ആ, ഓക്കെ. എന്താണ് നമ്മുടെ ശരീരത്തിന്റെയും അതുപോലെ തന്നെ നമ്മുടെ തലച്ചോറ് അതുപോലെ തന്നെ അതിന്റെയൊക്കെ വളർച്ചയും വികാസത്തിനെയാണ് നമ്മള് ഈ ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ, ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്താണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ ഓരോ സ്റ്റേജിൽ അല്ലെ, ഓരോ ഇയേഴ്സിൽ എങ്ങനെയാണ് ഡെവലപ്മെന്റ്സ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ടേബിൾ ആയിരുന്നു അല്ലെ? എത്ര വരെയല്ലേ മിസ് എടുത്തത്? അതെ. അൻസി ഇല്ലേ? അൻസിനെ കാണുന്നില്ല. ആ, ഓക്കെ ഓക്കെ. അങ്കീതയുണ്ടോ? അങ്കീത ലീഡർ. ഓക്കെ, അങ്കീത ലീവ് ആയിരിക്കും അല്ലെ? ഉണ്ടോ? ഇനിയിപ്പോ നെക്സ്റ്റ് നമുക്ക് നോക്കാം കേട്ടോ. നമ്മളെ ടേബിള് പറഞ്ഞത് മനസ്സിലായില്ലേ? ബോയ്സ് ആൻഡ് ഗേൾസിന്റെ വെയിറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ ബോയ്സ് ആൻഡ് ഗേൾസിന്റെ എന്താണ് ഈ ഹൈറ്റ്, വെയിറ്റ്, അതൊക്കെയാണ് ആ ടേബിളിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നോക്കിയേ, ടേബിളിന്റെ അടിയിലത്തെ പാരഗ്രാഫ് തുടങ്ങിയാണ് നമ്മൾക്ക് ഇനി എടുക്കാറുള്ളത് കേട്ടോ. The gain in height and weight differs from child to child. എന്താ പറയുന്നത്? The gain in weight and height differs from child to child. ഒരു ചൈൽഡ് അല്ലേ, നമ്മള് ചിൽഡ്രൻസിനെ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വെയിറ്റ് ആയാലും ഹൈറ്റ് ആയാലും ഡിഫറെന്റ് ആയിരിക്കില്ലേ? ഇല്ലേ? ഒരിപ്പോ എന്താണ് LKG സ്റ്റുഡൻസിനെ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വെയിറ്റ് ആയാലും ഹൈറ്റ് ആയാലും എന്താണ് ഒരുപോലെ ആയിരിക്കോ? ആണോ? അല്ല, ഡിഫറെന്റ് ആണ്. വ്യത്യാസങ്ങളുണ്ടാകും. The size of the brain also increase steadily in the pre-school years. Pre-school yearsല് നമ്മുടെ കുട്ടികളുടെ സൈസ് ഓഫ് ദി ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും അല്ലെ? പ്രീ സ്കൂൾ ഇയേഴ്സിലാകുമ്പോ നമ്മൾക്ക് പറയാറുണ്ട് അല്ലെ, ചെറുപ്പത്തിലെ എല്ലാ കാര്യങ്ങളും എപ്പോഴും നല്ല രീതിയിൽ ഇതായിട്ട് വികസിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെ? ബ്രെയിൻ ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്രെയിൻ ആയാലും പ്രീ സ്കൂൾ ഇയേഴ്സിൽ ആകുമ്പോ കുട്ടികളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് അത് നല്ല രീതിയിൽ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്.
പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കൂ കേട്ടോ. By the 41. by the time a child is 6 years old, the weight of its brain is 90% of that of the brain of the adult. അതെന്താ പറയുന്നത്? 6 years അല്ലെ, 6 വയസ്സ് ആകുമ്പോൾ ഒരു കുട്ടിയുടെ ബ്രെയിനിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? മുതിർന്നവരുടെ ബ്രെയിനിന്റെ 90% ആയിരിക്കും. ഓക്കെ കേട്ടോ. 6 years ആകുമ്പോഴത്തേനും 90% ബ്രെയിൻ ഉണ്ടായിരിക്കും എന്ത് ഒരു കുട്ടിയുടെ ബ്രെയിൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് മസിൽസ് കേട്ടോ. മസിൽസ് എന്ന് മാത്രമുള്ള ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനോട് കൂടിയിട്ടുള്ള സെന്റൻസ് ആണ് ഇവിടെ അടിയിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാതെ. മസിൽസ് ആൻഡ് ഓൾസോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? കറക്റ്റ് തന്നെയല്ലേ? കറക്റ്റ് ആണ്. ആണല്ലേ. മസിൽസ് ആൻഡ് മസിൽസ് ഓൾസോ ബിക്കം തിങ്കർ ആൻഡ് സ്ട്രോങ്ങർ. നല്ല രീതിയിൽ മസിൽസ് എന്ന് പറയുന്നത് എന്താണ്? തിക്കർ ആയിരിക്കും, അതുപോലെ തന്നെ സ്ട്രോങ്ങറും ആവും ആ കാലഘട്ടത്തിൽ. ഇനി by 4 years of age children acquire toilet and control the night at the night. എന്താ പറയുന്നത്? 4 years ആകുമ്പോഴത്തേക്കും ചിൽഡ്രൻസിന് എന്ത് വരുന്ന പറയുന്നത്? ടോയ്ലറ്റ്സ് കൺട്രോളിങ് വരും അല്ലെ. ഇപ്പൊ പണ്ട് കാലങ്ങളിൽ ഇപ്പൊ ഒരു 1 അല്ലെങ്കിൽ 2 years ആകുമ്പോഴത്തേക്കും കുട്ടികൾക്ക് എന്താണ് പെട്ടിയിൽ കിടന്നിട്ട് യൂറിൻ പാസ് ചെയ്യുന്ന സ്വഭാവമൊക്കെ ഉണ്ടായിരിക്കും ഇല്ലേ? അവര് ചിലപ്പോ അറിയാതെ ഉറക്കത്തിൽ പോവാറുണ്ട് അല്ലെ, യൂറിൻ പാസ് ചെയ്ത് പോവാറുണ്ട്. അപ്പൊ ഒരു 4 years ആകുമ്പോഴത്തേനും അവരെന്ത് ചെയ്തു തുടങ്ങും? ടോയ്ലറ്റ് അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യണം, അല്ലെങ്കിൽ അച്ഛനോടോ അമ്മയോടോ ഒക്കെ പറഞ്ഞിട്ട് ബാത്റൂമിൽ കൊണ്ടുപോകാനായിട്ട് പറയാറുണ്ട് അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ പെട്ടെന്ന് ഇങ്ങനെ പതിയെ 14 years ആകുമ്പോഴത്തേനും പഠിച്ചു തുടങ്ങുന്നു. ഇനി എന്താണ്? Parents can use the activities like playing with blocks, puzzles, sorting buttons and bits, cutting along the straight line, using punch, scissors, paper tearing, coloring and paper folding to enhance the fine motor coordination of young children. അപ്പോ ഈ യങ് ചിൽഡ്രൻ കുറച്ച് നാളൊക്കെ കഴിയുമ്പോഴത്തേനും എന്താണ്? പാരന്റ്സിനെ ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കാനായിട്ട് തുടങ്ങും അല്ലെ. മോട്ടോർ സ്കിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അല്ലെങ്കിൽ മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. മിസ് പറഞ്ഞു തരാം. മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് ഹെഡിങ് കൊടുക്കാം. ഓക്കെ. മോട്ടോർ ഡെവലപ്മെന്റ് refers to the process by which individuals particularly children learn to use their muscles and bodies to perform actions intentionally. Bodies to perform actions intentionally. ഒന്നുകൂടി വായിക്കാം മിസ്. Motor development refers to the process of which individuals, particularly children, learn to use their muscles and bodies to perform actions intentionally. അപ്പൊ എന്താണ് മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്? മോട്ടോർ ഡെവലപ്മെന്റ് എന്നത് വ്യക്തികള്, പ്രത്യേകിച്ച് കുട്ടികള്, അവരുടെ പേശികളും ശരീരവും
മനഃപൂർവ്വം പ്രവർത്തിക്കാനായിട്ട് പഠിക്കുന്ന പ്രക്രിയയെ സൂചിപ്പിക്കുന്നു. മനസ്സിലായോ? മനഃപൂർവ്വം പ്രവർത്തിക്കാനായിട്ട് പഠിക്കുന്ന പ്രക്രിയയാണ് ഈ മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ എങ്ങനെയാണ്? ഓടാൻ പഠിക്കുന്നത്, ചാടാൻ പഠിക്കുന്നത്, അല്ലെ? ഇത് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടാണോ അവര് പഠിക്കുന്നത്? ആണോ? ഓടാനും ചാടാനും അല്ലെങ്കിൽ എന്തെങ്കിലും ജനലുമൊക്കെ ഇങ്ങനെ വലിഞ്ഞു കയറാനൊക്കെ ആണോ നമ്മള് അച്ഛനമ്മമാരിങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടാണോ പഠിക്കുന്നത്? അല്ലല്ലേ, അവര് സ്വയം ഡെവലപ്പ് ചെയ്തെടുക്കുന്ന സ്കില്ലാണ് അല്ലെ? അല്ലെ? അതാണ് മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. കുട്ടികള് അവരുടെ പേശികളും ശരീരവും ഉപയോഗിച്ചുകൊണ്ട് മനഃപൂർവ്വം അത് പ്രവർത്തിപ്പിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്ന ആ പ്രക്രിയ. മനസ്സിലായോ? എക്സാമ്പിൾ അവിടെ ഇതാ, ഓടുക, ചാടുക എന്നുള്ളത് കേട്ടോ. ഓക്കെ. ഉരുളാൻ പഠിക്കുന്നത്, അതുപോലെ തന്നെ എന്താണ്, നടക്കാൻ പഠിക്കുന്നത്, അതുപോലെ സൈക്കിളൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. എന്നിരുന്നാൽ കൂടിയും താനെ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവും അല്ലെ? ആഗ്രഹം കൊണ്ട് സൈക്കിളൊക്കെ ചവിട്ടാനായിട്ട് ചിലവരും അങ്ങനെ പഠിക്കാറുണ്ട്, പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. എന്നിരുന്നാൽ കൂടിയും ചില കുട്ടികൾ ആഗ്രഹം കൊണ്ട്, അതുപോലെ തന്നെ ബൈക്ക് ഓടിക്കാനായിട്ട് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവർ തന്നെത്താനെ പഠിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രക്രിയ ചെയ്യുന്നതിനെയാണ് നമ്മൾ മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. അപ്പോ ഈ പാരഗ്രാഫിൽ എന്താ പറഞ്ഞത്? മോട്ടോർ ഡെവലപ്മെന്റ് കോർഡിനേഷൻ കിട്ടുന്നത് എങ്ങനെയൊക്കെയാണ്? അമ്മമാർ എന്ത് ചെയ്യും? കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കാറുണ്ട് അല്ലെ പാരന്റ്സ്. എന്തൊക്കെയാണ് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ചെറുപ്പകാലങ്ങളിലൊക്കെ കൊടുത്തിരുന്നത്? എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു? ഈ ബ്ലോക്സുകളൊക്കെ, ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ അറിയോ നിങ്ങൾക്ക്? അറിയോ? കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കാനായിട്ട്, വീടുകളൊക്കെ വെക്കാനായിട്ട് ഇല്ലേ? അതൊക്കെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ എന്താണ്, കളറിങ് ചെയ്യാനായിട്ട് പിന്നെ എന്തൊക്കെയാണ് കൊടുക്കാറ്? പിന്നെ പേപ്പർ കട്ട് ചെയ്യാൻ കൊടുക്കും. പസിൽസ് ഒക്കെ വാങ്ങിച്ചു. പസിൽസ് കൊടുക്കും. പസിൽസ് വാങ്ങിച്ച് ചേർത്ത് വെക്കും. പസിൽസ് വാങ്ങിച്ച് ചേർത്ത് വെക്കാൻ പറയുമായിരുന്നു. പസിൽസ്. പിന്നെ അടുത്ത ആള് പറഞ്ഞോളൂ കേട്ടോ. സോർട്ടിങ് ചെയ്യിപ്പിക്കാറുണ്ട്. കുറെ സംഭവങ്ങൾ ഒരുമിച്ചിട്ടിട്ട് പിന്നെ അത് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ആക്കാറുണ്ട് അല്ലെ? പിന്നെ ആരും ചെയ്യാറില്ലേ ഒന്നും? പിന്നെ മുത്തുകൾ എടുത്ത് ഇങ്ങനെ എണ്ണ വെക്കാൻ പറയുമായിരുന്നു. 1, 2, 3 അല്ലേ? ഓക്കെ ഓക്കെ. അംഗൻവാടിയിൽ പോയി കഴിയുമ്പോൾ ഈ മുട്ട പുഴുങ്ങിയത് അതിന്റെ ഇത് തോട് പിള്ളേരെ കൊണ്ട് തന്നെ എടുപ്പിക്കലുണ്ടെന്ന്. പിള്ളേരെ കൊണ്ട് തന്നെ എടുപ്പിക്കാറുണ്ട്. തോട് കളയിക്കാറുണ്ടെന്നല്ലേ? അതെ അതെ. വെജിറ്റബിൾസും ഫ്രൂട്ട്സും തരംതിരിക്കാൻ അവരെ കൊണ്ട് തന്നെ മാക്സിമം ചെയ്തു. വെജിറ്റബിൾസും ഫ്രൂട്ട്സും തരംതിരിക്കാനായിട്ട്. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നതിലൂടെ അല്ലെ? അതുപോലെ പേപ്പർ കട്ടിങ്, അതുപോലെ തന്നെ എന്താണ്, പേപ്പർ ഫോൾഡിങ്, പേപ്പർ മടക്കാനായിട്ട്, ഇതൊക്കെ പഠിപ്പിക്കുന്നതിലൂടെ അവരുടെ മോട്ടോർ ഡെവലപ്മെന്റ് കോർഡിനേഷൻ ഡെവലപ്പ് ആകുന്നുണ്ട് കേട്ടോ. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പോ ടോയ്സ് ഒക്കെ ആദ്യം എന്താണ് അവർ ചെയ്യുന്നത്? ടോയ്സ് ഒക്കെ parents needed to provide the children with the toys which further enhance their fine motor coordination. ടോയ്സ് ഒക്കെ ആദ്യം കുട്ടികൾ എങ്ങനെയാണ് പിടിക്കാനൊക്കെ അവർക്ക് അറിയില്ലല്ലേ? പിന്നീടാണ് ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ ഓരോ ഏജ് അല്ലെങ്കിൽ ഓരോ മന്തുകൾ കഴിയുമ്പോഴത്തേനുമാണ് അവര് ഇത് കൈകൊണ്ട് പിടിച്ചാൽ നമുക്ക് കിട്ടും അല്ലെ, കൈകൊണ്ട് പിടിക്കാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് മാറുന്നത് അല്ലെ? ആണോ? ഫസ്റ്റ് തന്നെ ജനിച്ച് വീഴുമ്പോ തന്നെ ടോയ് പിടിക്കാനായിട്ട് അവര് നോക്കുന്നുണ്ടോ? ഇല്ല. അത് ഓരോ കാര്യങ്ങൾ എല്ലാം ജനിക്കുമ്പോ തന്നെ എല്ലാ കാര്യങ്ങളും ഒരുപോലെയാണ് അവർ കാണുന്നത്. പിന്നീടാണ് കൈയാണ്, കാലാണ്, ഇത് നടക്കാൻ പറ്റും, കൈകൊണ്ട് നടക്കാൻ, കാലുകൊണ്ട് നടക്കാൻ പറ്റും, അതുപോലെ കൈകൊണ്ട് ഓരോ സാധനങ്ങൾ നമുക്ക് എന്താണ് പിടിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ അവര് പിന്നീടാണ് മനസ്സിലാക്കുന്നത് അല്ലെ? ആണോ? അതെ മാം, അതെ. നമ്മൾ ആദ്യം കൊച്ചുങ്ങളെ കൈ കൊണ്ട് ഇങ്ങനെ കളിപ്പാട്ടമൊക്കെ ഇട്ട് കൊടുത്ത് ചുരണ്ടി തട്ടിയൊക്കെ ഇങ്ങനെ നോക്കിയാണ് നീക്കി എടുക്കുക അല്ലേ മാം? ഇങ്ങനെയല്ലേ? അതുപോലെ തന്നെ അവർക്ക് കൈയിന്റെ യൂസ് അറിയത്തില്ലെങ്കിൽ അവർ കൈ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് കിടക്കും. സ്വയം കളിക്കുന്നത് ആദ്യം അങ്ങനെയാണ്.
സ്വയം കളിക്കും. അതുപോലെ തന്നെ ഫസ്റ്റ് തന്നെ എന്താണ്, ഫസ്റ്റ് ടൈമില് ജനിച്ചു വീഴുമ്പോ തന്നെ അവരെങ്ങനെയാ കൈ വെക്കുന്നത്, വിരലുകൾ എങ്ങനെയാ വെക്കുന്നത്? ചുരുട്ടിയാണ് അല്ലെ, ചുരുട്ടി പിടിക്കും. നീ വർത്താറില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും അല്ലെ, നമ്മൾ എല്ലാവരും അമ്മമാരാണ്. അപ്പൊ ആദ്യം ചുരുട്ടിയാ പിടിക്കുന്നത്, പിന്നീടാണ് കുട്ടികള് അതൊക്കെ ഒന്ന് നിവർത്തി ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അല്ലെ, ടോയ്സ് ആയാലും അതുപോലെ തന്നെ അമ്മമാരുടെ വീട്ടിലൊക്കെ ഇങ്ങനെ പിടിക്കാനായിട്ട് തുടങ്ങുന്നത് കുറച്ച് നാളുകൾക്ക് ശേഷമായിരുന്നു. ഓക്കെ, ജനിച്ചു വീഴുമ്പോ തന്നെ അവര് ചെയ്യില്ല. ഓക്കെ, അങ്ങനെയുള്ള ഡെവലപ്മെന്റ്സുകൾ പിന്നീടാണ് വളരുന്തോറുമാണ് ഉണ്ടാകുന്നത്. ഇനി നോക്കിയേ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഫിസിക്കൽ ഡെവലപ്മെന്റ്. Physical development of an individual is found to be influenced by both heredity and environmental factors. അപ്പൊ എന്താ പറയുന്നത്, ഫിസിക്കൽ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലെ. എങ്ങനെയൊക്കെയുള്ള ഫാക്ടേഴ്സിനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഹെറിഡിറ്റി എന്താണ്? ഹെറിഡിറ്റി എന്ന് പറഞ്ഞാല് പാരമ്പര്യമായിട്ട്, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സം ഓഫ് ദി ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ദ ഫിസിക്കൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആർ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, ഓരോന്നൊന്ന് വായിച്ചു നോക്കിയേ. എ തൊട്ട് എച്ച് വരെ ഒന്ന് വായിച്ചു നോക്കിയേ. ഓരോരുത്തരെ കൊണ്ട് മിസ് പറയിപ്പിക്കുന്നുണ്ട്. സിമ്പിൾ ആണ്, ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. വായിച്ചു കഴിഞ്ഞാല് കമന്റ് ഇട്ടാൽ മതി. വായിച്ചു കഴിഞ്ഞോ? പോയിന്റ്സ് മനസ്സിലായോ? എന്തെങ്കിലും പോയിന്റ്സ് വായിച്ചു? ഫസ്റ്റ് പോയിന്റ് ആർക്ക് പറയാൻ പറ്റും? സുജിത പറഞ്ഞോളൂ. വായിച്ചു പറയണോ കേട്ടോ? Okay, ma'am. The traits and characteristics inherited at the time of conception. അത് നമ്മൾ ഗർഭധാരണ സമയത്ത് നമുക്ക് പാരമ്പര്യമായിട്ട് ലഭിക്കുന്ന സ്വഭാവങ്ങളും സവിശേഷതകളും, അതായത് നമുക്ക് നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്നതും പാരമ്പര്യമായിട്ട് കിട്ടുന്നതുമായിട്ടുള്ളത് കുട്ടിക്ക് പ്രഗ്നൻസി ടൈമിൽ കിട്ടുന്നത്. എഫക്ട് ചെയ്യുന്നത് അല്ലെ, ഗർഭധാരണ സമയത്ത് അല്ലെ. കൺസെപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഗർഭധാരണം. ആ സമയത്ത് കുട്ടികളില് അല്ലെ, നമ്മുടെ നിരത്തിലാണല്ലേ കുട്ടി ഉണ്ടാകുന്നത് അല്ലെ. ഗർഭധാരണം ഗർഭിണിയായിരിക്കുമ്പോ ആ ടൈമില് അവർക്ക് എന്താണ് പാരമ്പര്യമായിട്ട് കിട്ടുന്നത്, അതുപോലെ തന്നെ അവരുടെ സ്വഭാവ സവിശേഷതകൾ അല്ലെ, സവിശേഷതകളും അതുപോലെ തന്നെ സ്വഭാവങ്ങളും പാരമ്പര്യമായിട്ട് ലഭിക്കുന്നവർ. ഓക്കെ, ഇനി ബി ആർക്ക് പറയാൻ പറ്റും? ഞാൻ പറയാമോ? സിയ. The physical as well as mental health of the mother during time of pregnancy. ഗർഭകാലത്ത് അമ്മയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തെ സംബന്ധിച്ചിട്ടുണ്ട്. ഫിസിക്കൽ ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടോ അല്ലെ. പ്രഗ്നൻസി ടൈമില് നമ്മളോട് പറയാറുണ്ട് അല്ലെ, ഹാപ്പി ആയിട്ടിരിക്കണം അല്ലെ, സന്തോഷമായിട്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു ദുഃഖം ഉണ്ടാവരുത്, എപ്പോഴും കരയാൻ പാടില്ല, ഇല്ലേ? പറയാറുണ്ടോ? ഡോക്ടേഴ്സ് ആയാലും അല്ലെ, ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് എല്ലാവരും, നമ്മളെ കാണാൻ വരുന്ന എല്ലാവരും പറയാറുണ്ട് അല്ലെ. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്?
അത് നമ്മുടെ ശാരീരിക മാനസികമായിട്ടുള്ള നമ്മള് മാനസികാവസ്ഥ പോലെ ഇരിക്കും കുട്ടിയുടെ ഡെവലപ്മെന്റ്. അല്ലെ? ചിലപ്പോ വല്ല ദുഃഖങ്ങളോ അല്ലെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റാതെയുള്ള അവസ്ഥകള്, ദുഃഖ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോ കുട്ടിനെ അത് പെട്ടെന്ന് എഫക്ട് ചെയ്യാനായിട്ട് പറ്റും. എക്സാമ്പിൾ പറയാം, ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് എനിക്ക് 7 മാസമായിരുന്നു. ആ സമയത്ത് എന്റെ ഡാഡിയുടെ ചേട്ടന്റെ മരുമോള്, അപ്പൊ എന്റെ ചേട്ടന്റെ വൈഫ് എന്ന് തന്നെ പറയാം. അപ്പൊ അതും ഗർഭിണിയായിരുന്നു. പെട്ടെന്ന് തന്നെ അവളുടെ അപ്പച്ചൻ മരിച്ചു, ആക്സിഡന്റ് ആയിട്ട് മരിച്ചു. അവൾക്ക് അത് താങ്ങാൻ പറ്റാത്തൊരിതായിരുന്നു. 4 മാസം ഗർഭിണിയായിരുന്നു അവള്. അപ്പൊ പെട്ടെന്ന് എന്താ അവസ്ഥ, അപ്പച്ചൻ മരിക്കുമ്പോ നമുക്ക് ഭയങ്കര താങ്ങാൻ പറ്റില്ല അല്ലെ? നമ്മുടെ അപ്പച്ചൻ മരിക്കുമ്പോ അങ്ങനെ ഒരു ദുഃഖമായിരുന്നു. അപ്പൊ എല്ലാവരും പറയും കരയാതിരിക്കുക, കുഞ്ഞിനെ ബാധിക്കും. പക്ഷെ നമുക്ക് കരയാതിരിക്കാൻ പറ്റില്ല അല്ലെ? അടക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഒട്ടും വിഷമം സഹിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ്. പക്ഷെ അത് അവൻ കൊച്ചു ജനിച്ചു, ആൺകുട്ടിയായിരുന്നു. അത് ഇടയ്ക്ക് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവുമ്പോ കരയും ആള്. പെട്ടെന്ന് തന്നെ ഇങ്ങനെ കരച്ചിലായിരുന്നു. പിന്നീട് അത് മാറി. അപ്പൊ ചിലപ്പോ കുട്ടീനെ ബാധിച്ചിട്ടുണ്ടാവും. അവളുടെ ആ വേദനകളും ദുഃഖങ്ങളും ഒക്കെ, ആ ടൈമിലുള്ള ദുഃഖങ്ങളൊക്കെ കുട്ടീനെ എഫക്ട് ചെയ്തിട്ടുണ്ടാവും. അതാണ് പറയുന്നത് കേട്ടോ, എക്സാമ്പിൾ. ഓക്കെ, അപ്പൊ നമ്മള് ഗർഭധാരണത്തില് കുട്ടീനെ ക്യാരിങ് ആയിരിക്കുമ്പോ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം. ദുഃഖങ്ങളൊന്നും ഉണ്ടാവാതെ, വിഷമങ്ങളൊന്നും ഉണ്ടാവാതെ നല്ല രീതിയിൽ പോവാനായിട്ട് ശ്രമിക്കണം. അല്ലെങ്കിൽ ആ ദുഃഖം ആ കുഞ്ഞിനെ എഫക്ട് ചെയ്യാനായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, എഫക്ട് ചെയ്യും എന്തായാലും. അപ്പൊ കുറച്ചു നാൾ ആ കുട്ടി എപ്പോഴും ഇങ്ങനെ ആരെങ്കിലും ഒക്കെ നോക്കുമ്പോഴോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല, പക്ഷെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോ അതായിരിക്കും, ആ കാരണത്താലായിരിക്കാം ആ കുട്ടിക്ക് എഫക്ട് ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, ഇനി നെക്സ്റ്റ് തേർഡ് വൺ, സി. ആര് വായിക്കും? ഞാൻ വായിക്കാം. ന്യൂട്രീഷൻ, ഷോണിമ. Nutrition received by the embryo within the womb of the mother. ഭ്രൂണം ആഗിരണം ചെയ്യുന്ന പോഷകങ്ങളും ന്യൂട്രീഷൻസ് ആയിട്ടുള്ള കാര്യങ്ങളും ഫിസിക്കൽ ഡെവലപ്മെന്റിനെ, കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ ബാധിക്കും. എംബ്രിയോ എന്ന് പറഞ്ഞാൽ എന്താ? എംബ്രിയോ ഭ്രൂണം. ഓക്കെ, അറിയാത്തവര് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. വൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? വൂം, ഗർഭപാത്രം കേട്ടോ. എംബ്രിയോ മീൻസ് ഭ്രൂണം, അതുപോലെ വൂമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗർഭപാത്രം. അപ്പോ നമ്മുടെ ഉദരത്തില് കുരുവായിരിക്കുമ്പോ അല്ലെങ്കിൽ കുഞ്ഞ് ക്യാരിയിങ് ആയിരിക്കുമ്പോ തന്നെ നമ്മളുടെ അങ്ങനെ അവന് കിട്ടുന്ന ന്യൂട്രീഷൻസ് എങ്ങനെയാ കിട്ടുന്നത്? അമ്മയിൽ നിന്നാണ് അല്ലെ? ഓക്കെ, അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോ അതൊക്കെ എന്താണ്? കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ ബാധിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് എന്താ? ബി. ബി ആര് പറയും? ഞാൻ പറയാം. ആതിരാക്കിരൺ. നെക്സ്റ്റ് ആതിരായമ്മിന് പറയാം കേട്ടോ. ഓക്കെ, ആതിരാക്കിരൺ. കണ്ടീഷൻസ് ആൻഡ് കെയർ അറ്റ് ദി ടൈം ഓഫ് ഡെലിവറി. എന്നുവെച്ചാൽ ഡെലിവറി സമയത്ത് ചെയ്യുന്ന വ്യവസ്ഥകളും പരിചരണം. ഓക്കെ, ഇപ്പോ നമ്മള് ഡെലിവറി ടൈമില് ഉദ്ദേശിക്കുന്നത് ടൈം ഓഫ് ഡെലിവറി അല്ലെ? ടൈം ഓഫ് ഡെലിവറി സമയത്ത് നമുക്ക് എങ്ങനെയായിരിക്കാം? ടെൻഷൻ ഉണ്ടാവും അല്ലെങ്കിൽ സന്തോഷമായിരിക്കും? സന്തോഷം ഉണ്ടാവും, കുഞ്ഞിനെ കിട്ടും എന്നുള്ള രീതിയിൽ അല്ലെ? പക്ഷെ എന്തായിരിക്കാം, എങ്ങനെയായിരിക്കാം ഡെലിവറി നടക്കുന്നത് അല്ലെ? കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. എന്താണ് ഷഹാന? നമുക്ക് ആകാംക്ഷയായിരിക്കും അത് എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. ആകാംക്ഷ ഉണ്ടാവും, എന്നിരുന്നാൽ കൂടിയും വേദനയൊക്കെ വരുമ്പോൾ ടെൻഷനും കാര്യങ്ങളായിരിക്കും. ഓക്കെ, ചിലവർക്ക് എന്താണ്, ചിലപ്പോ കോംപ്ലിക്കേഷൻസ് ആവാം. നോർമൽ ഡെലിവറി എന്ന് പറഞ്ഞ് ആ ടൈമിൽ തന്നെ എന്താണ് ചിലപ്പോ കോംപ്ലിക്കേഷൻസ്, പൊക്കിൽ കൂടിയൊക്കെ എന്ത് ചെയ്യാം? ചുറ്റാം, കഴുത്തിൽ ചുറ്റാം. അതുപോലെ ചിലപ്പോ BP ലോ ആവാം, BP കൂടാം അല്ലെ? അങ്ങനെയുള്ള കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാം. ഡെലിവറിക്ക് മോളെ പൊക്കിൽ കൂടി കഴുത്തിൽ ചുറ്റി പറഞ്ഞിട്ടാണ് സിസേറിയൻ കഴിഞ്ഞത്. ചെയ്തതല്ലേ? ഓക്കെ, ചിലപ്പോ ആ ടൈം വരെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവാം എന്താണ്, നോർമൽ ഡെലിവറി ആയിരിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവാം. പിന്നെ ആ കോംപ്ലിക്കേഷൻസ് വരുമ്പോഴാണ് സിസേറിയൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താണ്, മഷിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുട്ടിയെ പെട്ടെന്ന് ബാധിക്കുന്നുണ്ട് അല്ലെ? കുട്ടികൾക്ക്
പെട്ടെന്ന് അസുഖങ്ങൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് സിസേറിയൻ ചെയ്യുന്നത്, അതുപോലെ പൊക്കിൾക്കൊടി ചുറ്റുന്നത്, ഇതൊക്കെ വളരെ കോംപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ പറഞ്ഞോളൂ. കാര്യം പറഞ്ഞോട്ടെ. എന്റെ ഡെലിവറിയുടെ സമയത്ത് മോൻ മഷി ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോ ഞാൻ എന്റെ ഡെലിവറി നടക്കുന്നത് പുലർച്ചെ 4:11 പക്ഷെ ഒരു മണിയൊക്കെ ആയി ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തിട്ട് എന്തോ ഹെവിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്താന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 4:11 ആയപ്പോ ബേബി വന്നു. ബേബി വന്നപ്പോഴാണ് ഡോക്ടർ അറിയുന്നത് ബേബി മഷി ഇറക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ ഡോക്ടർ പറഞ്ഞത് ഈ 4:11 എന്നുള്ളത് ഒരു 4:13 15 ആയിരുന്നെങ്കിൽ ബേബിനെ കിട്ടില്ലായിരുന്നു. പക്ഷെ അവനൊരു കുഴപ്പമുണ്ടായില്ല, ചെറിയൊരു സ്റ്റെയിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നോർമൽ ഡെലിവറി ആയിരുന്നു. എന്റെ ഒരു ആന്റിക്ക് ഇങ്ങനെ കോംപ്ലിക്കേഷൻ വന്നിരുന്നു. കുട്ടീനെ എന്നിട്ട് മഷീട്ടുണ്ടായിരുന്നു. അവള് നോർമൽ ഡെലിവറി ആയിരുന്നു, പക്ഷെ പെട്ടെന്ന് ശ്വാസതടസ്സം വന്നിട്ട് കുട്ടീനെ ഐസിയുലൊക്കെ കിടത്തിയിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അതിനൊക്കെ എന്താ പറയാനുള്ളത്? എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. ഇതുപോലെ നോർമൽ ഡെലിവറി ആയിരുന്നു. വെളുപ്പിന് 4 മണിക്കായിരുന്നു ടൈം പറഞ്ഞത്. പക്ഷെ എനിക്ക് മരുന്നൊക്കെ കയറ്റിയിട്ട് പെയിൻ വന്നില്ല. പിന്നീട് 11 മണിയൊക്കെ ആയപ്പോഴാണ് വന്നത്. പക്ഷെ ഫുൾ എല്ലാം റെഡിയാണ്, പക്ഷെ കൊച്ചും വരുന്നില്ല, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നുള്ളൊരു സ്റ്റേജ് വരെ വന്നു. പിന്നീട് വാക്വം വെച്ച് എടുക്കുകയാണ് ചെയ്തത്. അപ്പോ നല്ല പെയിൻ ആയിരുന്നു. കൊച്ചിന്റെ തലയ്ക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരാഴ്ച എക്സ്ട്രാ അവിടെ കിടന്നിട്ടാണ് തല ശരിയായത് കുഞ്ഞിന്റെ. ഇപ്പൊ കുഴപ്പമില്ല, നോർമലാണ്. ഇപ്പൊ ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു, പിന്നീട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ളൊരു ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. ഏതായാലും ഒരു കുഴപ്പമുണ്ടായില്ല. അങ്ങനെ എനിക്ക് ഇതുപോലെ ഉണ്ടായിരുന്നു. അത് എന്താണ്, ഡെലിവറിയുടെ ആ ഒരു ടൈമിലാണ് ഹസ്ബൻഡ് ഗൾഫിൽ പോയത്. അപ്പൊ അതിന്റെ ടെൻഷനും എല്ലാം കൊണ്ട് നേരത്തെ തന്നെ പെയിൻ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ പോകുമായിരുന്നു. ഇടയ്ക്ക് വെച്ച് അഡ്മിറ്റ് ആയി, ഇൻഫെക്ഷൻ കൂടുതലായിട്ട്. അത് കഴിഞ്ഞിട്ട് ഡെലിവറിയുടെ ടൈമിൽ നോർമൽ ഡെലിവറിക്ക് വേണ്ടി ലേബർ റൂമിനകത്ത് കയറ്റിയതാ. അപ്പം വീണ്ടും അത് എന്താണ്, കുഞ്ഞ് വെളിയിലേക്ക് വന്നില്ല എന്നും പറഞ്ഞ് തിരിച്ച് പറഞ്ഞയച്ചു. പിന്നെ ഏതാണ്ടൊരു അപ്പോഴ് എന്നെ ഹോസ്പിറ്റലിൽ ലേബർ റൂമിനകത്ത് കയറ്റുന്ന സമയത്ത് 9:30 10 മണിയെങ്ങാണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ വന്നിട്ട് 3 മണിയായപ്പോഴാണ് എനിക്ക് സിസേറിയൻ ചെയ്യുകയാണ് ചെയ്തത്. അപ്പം സിസേറിയൻ കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് പെയിൻ വന്നതും ഇതെല്ലാം കുഞ്ഞിന്റെ പൊക്കിൾക്കൊടി കഴുത്ത് ചുറ്റി കിടക്കുമായിരുന്നു എന്ന്. ഒരുപാട് സ്കാനിങ് ഒക്കെ ചെയ്തത്, പക്ഷെ അപ്പോഴൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് പിന്നെ ലാസ്റ്റ് സിസേറിയനാ ചെയ്തത്. നോർമൽ ഡെലിവറിയുടെ പെയിൻ പറഞ്ഞു, സിസേറിയന്റെ പെയിൻ പറഞ്ഞു. രണ്ടും അനുഭവിച്ചു. ഓക്കെ, അങ്ങനെയാണ്. ചിലവർ അങ്ങനെ അനുഭവിക്കുന്നുണ്ട്. പെയിൻ അനുഭവിക്കുമ്പോ നമുക്ക് ചിന്തിക്കാൻ വയ്യ. ഞാനിതുപോലെ 8 മന്തിലാണ് ഡെലിവറി ആയത്. 8 മന്തില് അങ്ങനെ ഡേറ്റ് ആയിട്ടില്ലായിരുന്നു. ഇനിയും ഒരു മാസത്തോളം ഏകദേശം ഉണ്ടായിരുന്നു. അപ്പോ നാട്ടിലേക്ക് പോയി. 7 മാസം കംപ്ലീറ്റ് ആയപ്പോൾ നാട്ടിലേക്ക് പോയി. അപ്പൊ നാട്ടിൽ നിന്നായിരുന്നു ഡെലിവറി. അപ്പോ നാട്ടിലെത്തി ഒരു ദിവസം ഇതുപോലെ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നി. 8 മാസം ആവുന്നതേ ഉള്ളൂ. അപ്പൊ ഒരു ബുദ്ധിമുട്ട് തോന്നി. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, പക്ഷെ ആർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കാനും മനസ്സിലാവുന്നില്ല ഇതെന്താന്നൊരവസ്ഥ. എന്തോ ഒരു സ്റ്റക്ക് ആയതുപോലെ എനിക്കിങ്ങനെ ശ്വാസം മുട്ടലും അങ്ങനെയൊക്കെ വന്നു. എന്നിട്ട് അപ്പൊ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞു വേറെ കുഴപ്പമൊന്നും കാണുന്നില്ല, നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാന്ന് പറഞ്ഞു. അപ്പൊ നോക്കിയപ്പോ ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു ഇവൻ കുറച്ച് ഹൈറ്റ് അധികമാണ്. അപ്പൊ ആ സമയം മുതലേ ഇവന്റെ കൈയും കാലും ഒക്കെ ഭയങ്കര നീളത്തില. ആളിത്തിരി ഉള്ളെങ്കിലും കൈയും കാലൊക്കെ ഭയങ്കര നീളം. അപ്പൊ ഇവന്റെ കാല് എന്റെ എവിടെയോ സ്റ്റക്ക് ആയിപ്പോയി. ഇവന് തിരിയാൻ പറ്റുന്നില്ല, ഇവൻ അനങ്ങാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ട് ആ ഡോക്ടറിന്റെ ഒരു കഴിവുകൊണ്ടോ എന്തോ ഭാഗ്യം കൊണ്ടോ എന്നറിയില്ല, സിസേറിയൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ അവര് വെയിറ്റ് ചെയ്യാൻ നോക്കാന്ന് പറഞ്ഞിട്ട് ഒരു 2 ദിവസം കൂടി ഞാൻ ഇതൊക്കെ സഹിച്ചു. ഈ വേദന സ്റ്റിൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ 2 ദിവസം നോക്കി. പിന്നെ എല്ലാരും പറഞ്ഞു ഇനി വെച്ച് നിൽക്കണ്ട, റിസ്കിലേക്ക് പോകണ്ട, നോക്കാം. അപ്പൊ ഒരു ജുബൈറത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഡോക്ടറായിരുന്നു, സീനിയർ ഡോക്ടർ അവിടുത്തെ. എന്നിട്ട് പുള്ളിക്കാരി പറഞ്ഞു നമുക്ക് മാക്സിമം നോർമൽ ആക്കാം, വേറെ ബുദ്ധിമുട്ടില്ല, ഞാൻ ശ്രമിക്കാന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അതേപോലെ ആക്കി. പക്ഷെ വാക്യൂം ആയിരുന്നു, പക്ഷെ നല്ല സ്റ്റിച്ചൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി പോയി. ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? എന്തെങ്കിലും? സെക്കൻഡ് ഡെലിവറി ഫസ്റ്റ് ടൈം മുതലേ കോംപ്ലിക്കേഷൻ ആയിരുന്നു. ഒരു ഫൈബ്രോയിഡ് സെർവിക്സിൽ ഉണ്ടായിരുന്നു.
അപ്പോൾ ഒരു 7 മാസമൊക്കെ ആയപ്പോൾ ഇഞ്ചക്ഷനും കുഞ്ഞിന് കുഴപ്പമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോയത്. അപ്പോൾ നമുക്കൊരു കുഞ്ഞ് തിരിഞ്ഞു വരത്തില്ലയോ, അങ്ങനെയൊന്നും വന്നില്ല. സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കുഞ്ഞ് തിരിഞ്ഞൊന്നും വന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും സി സെക്ഷൻ ആയിരിക്കും, ടെൻഷൻ ഒന്നും അടിക്കേണ്ട, നമുക്ക് സി സെക്ഷൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാനും മനസ്സുകൊണ്ടൊക്കെ പ്രിപ്പയർ ആയി. സി സെക്ഷൻ ആദ്യത്തേത് നോർമൽ ആയിരുന്നു, രണ്ടാമത്തേത് ഇപ്പൊ ഡെലിവറി കൂടെ നിർത്താലോ എന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഞാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് പെയിൻ ആയിരുന്നു, ഡെലിവറി പെയിൻ പോലെ ഇങ്ങനെ വരഞ്ഞു മുറുകുന്നത് പോലെയും അതാണ്. പക്ഷെ ഒരു 9 മാസം ആയപ്പോഴേ ഇതുണ്ട്. ഞാൻ ഇങ്ങനെ കൊണ്ടു നടന്നു. ഒരു 9 മാസമൊക്കെ കഴിഞ്ഞപ്പോഴേ ഏകദേശം എല്ലാം ആയി. കറക്റ്റ് കുഞ്ഞ് താഴെ ആ തലഭാഗമൊക്കെ താഴെ വന്നു കറക്റ്റ് അതായിട്ട്. അപ്പോഴേ എനിക്ക് പെയിൻ ഉണ്ട്, പക്ഷെ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഡെലിവറിയിലോട്ട് പോയില്ല. ഇങ്ങനെ ഡേറ്റ് നീക്കി കൊണ്ടുപോയി. എന്നിട്ട് ലാസ്റ്റ് ഡെലിവറി നടക്കുന്നതിന്റെ തലേന്ന് മാം പറഞ്ഞു, ഇല്ല ആര്യ നമുക്ക് സി സെക്ഷൻ ആണ്, പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ മാം എൻ്റെ അടുത്ത് ഇങ്ങനെ പോസിറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ഡെലിവറി നടക്കുന്നതിന്റെ അന്ന് വെളുപ്പിനെ ഞാൻ ലേബർ റൂമിൽ കയറിയിട്ടും അവര് പറയുന്നത് എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ എന്തിനാ കയറി വന്നേ, നിനക്ക് കുഴപ്പമൊന്നുമില്ല, നിനക്ക് സി സെക്ഷൻ ആണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയായിരുന്നു. എന്നിട്ട് അവിടുത്തെ ഒരു ചീഫ് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു നമുക്ക് നോക്കാം, ചിലപ്പോൾ നോർമൽ ആണെങ്കിലോ നോക്കാമെന്ന്. ഇപ്പൊ ഫൈബ്രോയിഡ് ഒരു 4 സെന്റിമീറ്ററോളം ഉണ്ടായിരുന്നു സെർവിക്സിൽ. അപ്പോ അവിടെ കിടത്തി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആ ബെഡിൽ കയറി കിടന്ന് എനിക്ക് പനി വന്നു. ആ സ്പോട്ടിൽ എനിക്ക് പനി വന്നപ്പോ എന്റെ ഹാർട്ട് ബീറ്റ് 172 കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് 152 ആയി. അപ്പൊ പറഞ്ഞു കുറച്ച് അപ്പൊ ഫ്ലൂയിഡ് പൊട്ടിച്ച് കളഞ്ഞു. അപ്പൊ പെട്ടെന്ന് ഡെലിവറി നടക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടും ഇപ്പൊ പനി കൂടുന്നു. അപ്പൊ ഇനി കിടത്തണ്ടെന്ന് പറഞ്ഞ ഇങ്ങനെ നമ്മൾ സർജറി തിയേറ്ററിലോട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നതിന്റെ അവിടെ എന്നെ ഇങ്ങനെ കിടത്തിയേ പെട്ടെന്ന് കൊണ്ടുപോകാനായിട്ട്. ഏട്ടന്റെ അടുത്ത് സൈൻ വാങ്ങിക്കാൻ വന്നപ്പോ ഡെലിവറി നടന്നു. അല്ല അപ്പൊ ഞാൻ പറയേ ദൈവത്തിന്റെ ആ ഒരു കൈ ആയിരുന്നു. ഡോക്ടറും നഴ്സും കൂടെ സൈൻ വാങ്ങിക്കാൻ വെളിയിൽ നിന്ന് സൈൻ വാങ്ങിക്കാൻ പോയപ്പോ വേറൊരു സിസ്റ്റർ ബേബിയും കൊണ്ട് വെളിയിൽ പോയി ഏട്ടനെ കാണിച്ചു കൊടുത്തു ബേബി. അപ്പൊ എന്റെ കൂടെ നിന്നത് അച്ഛന്റെ സഹോദരിയാ. അപ്പൊ വെച്ച് പറയാ ഇത് അയ്യോ അല്ല കുഞ്ഞല്ല, സി സെക്ഷൻ ആണ്, സി സെക്ഷൻ. ഇത് എന്റെ മോളെ കുഞ്ഞല്ല എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ ഒരു ഇതായിരുന്നു. പക്ഷെ ഡെലിവറി സമയത്തൊക്കെ എല്ലാം ക്ലിയർ ആയിരുന്നു. ഞാൻ ലാപ്രോ എല്ലാം ചെയ്തു. പക്ഷെ ഫൈബ്രോയിഡും പോയിട്ടില്ല. എനിക്കിപ്പോ അഡിനോയിഡും ഇപ്പൊ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളും പെയിനും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പോഴും ഉണ്ട്. ഫൈബ്രോയിഡ് ഈ കുഞ്ഞിന് വെയിറ്റ് കൂടുതലായിരുന്നേ. അപ്പൊ 3,550 ഉള്ളതുകൊണ്ട് ഈ ഫൈബ്രോയിഡ് ചപ്പി മോളെ വെയിറ്റ് കൊണ്ട് അതുകൊണ്ടാണ് ഡെലിവറി നടന്നില്ലെങ്കിൽ ഡെലിവറി നടക്കില്ലായിരുന്നു, സി സെക്ഷൻ തന്നെ പോയേനെ. പക്ഷെ ആ ദൈവത്തിന്റെ എന്നിട്ട് ഈ ഫൈബ്രോയിഡും അഡിനോയിഡും വെച്ചിട്ടാണ് ഞാൻ ലാപ്രോ ചെയ്തത്, കീഹോളാ ചെയ്തത്. അപ്പൊ അതൊക്കെ ദൈവത്തിന്റെ ഒരു കൈയാണ്. അപ്പോഴൊന്നും അറിഞ്ഞില്ല. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞു, ലാപ്രോ എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നും എനിക്ക് വയറുവേദനയും പീരീഡ്സ് ടൈമിൽ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയൊക്കെയുള്ള നമ്മൾ പേടിക്കുന്ന ടൈമിലൊക്കെ ദൈവം എന്നെ സപ്പോർട്ട് ചെയ്തു. അതാ എന്റെ കാര്യത്തിൽ ഭയങ്കര മാജിക്. മാറട്ടെ, ദൈവത്തോട് പ്രാർത്ഥിക്കാം അല്ലെ, എല്ലാവരും പ്രാർത്ഥിച്ചു. പക്ഷെ എന്നാലും ദൈവം നമ്മളെ കൈവിടില്ല പോലെ അല്ലെ, നമുക്കൊരു അനുഭവം. ടെൻഷൻ എന്റെ കാര്യത്തിലെ ടെൻഷൻ അടിച്ച് നമ്മള് അയ്യോ എന്ന് വെക്കുന്ന സ്ഥലത്തൊക്കെ ദൈവം എന്നെ എന്തോ ഒരു കൈ വെച്ച് അനുഗ്രഹിച്ചിങ്ങി പോരുവേ. പക്ഷെ എനിക്ക് എന്റെ ഹെൽത്ത് ഇത്തി മോശമാണെങ്കിലും മറ്റുള്ളവർക്ക് വേറെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ട്. ആദ്യത്തെ ഡെലിവറി ഇതേപോലെയായിരുന്നു. ആ ഡെലിവറി സമയമായപ്പോൾ മാത്രം ലേബർ റൂമിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. 4 മണിക്ക് ലേബർ റൂമിൽ കയറിയിട്ട് 8 മണിയായപ്പോൾ ഞാൻ ലേബർ റൂമിൽ നിന്ന് തിരിച്ചിറങ്ങി. ഡെലിവറി എല്ലാം കഴിഞ്ഞു. എന്ന് വെച്ചാൽ അത്ര ഇതായിരുന്നു. ദൈവം എന്നെ എല്ലാരും എനിക്ക് ഭയങ്കര വേദനയായിരിക്കും, ഭയങ്കര എല്ലാരും 4 മണിക്കൂർ എടുത്തുള്ളൂ അത്രേ ഉള്ളൂ. സെക്കൻഡ് ഡെലിവറിക്കും 4 മണിക്ക് ഞാൻ ലേബർ റൂമിൽ കയറുന്നു. ഞാൻ അവിടെ ബെഡിലേക്ക് കിടന്നൊന്നുമില്ലേ, ഞാൻ ഇങ്ങനെ നമുക്ക് നടക്കാലോ, നമ്മൾ അത്രയ്ക്ക് നമുക്ക് സുഖമില്ലാതെ ആവുമ്പോഴല്ലേ നമ്മൾ ബെഡിലേക്ക് കിടക്കേണ്ടിയൊക്കെ ഉള്ള അവസ്ഥ വരുള്ളൂ. ഞാൻ 7:30 വരെ എന്റെ അപ്പച്ചി ഞാൻ പറയുന്നത്, എന്റെ അപ്പച്ചിയുടെ കൂടെ ഞാൻ നിന്ന് 7:30 മണി വരെ, 4 മണി തൊട്ട്
7:30 വരെ ലേബർ റൂമിന് പുറത്ത് ഞാൻ നടന്നിട്ട് 7 മണിയായപ്പോഴത്തേക്കും ഡ്യൂട്ടി ചേഞ്ച് ആവുന്നുണ്ട് ആയിട്ട് കാലിട്ട് തന്നു. ആ ഡ്യൂട്ടിക്ക് നിന്ന് സിസ്റ്റർ ഇട്ട് തന്നു. എന്നിട്ട് 8 മണിയായപ്പോഴാണ് എനിക്ക് പനിയായത്. 9:05 ആയപ്പോൾ ഡെലിവറി നടന്നു. ഞാൻ 10:30 മണിയായപ്പോ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് കുറച്ച് നേരം നമ്മളെ പിടിച്ച് അവിടെ ഇരുന്നത്. പ്രൈവറ്റില് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. ഒബ്സർവേഷൻ ഒന്നും അത്ര ഇതാവില്ല. അവർ പെട്ടെന്ന് അങ്ങ് നമ്മളെ വാർഡിലോട്ട് അങ്ങ് മാറ്റും. ആദ്യത്തെ മോളത് നോർമൽ, വേറെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിലായിരുന്നു. അപ്പൊ 4 മണിക്ക് എന്നെ വിളിച്ചുകൊണ്ട് പോവുക ചെയ്തത്. ഒരു അസിസ്റ്റന്റ് വന്നു, വാ മോളെ ഇനി അവിടെ കിടക്കാന്നും പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോയി. വാർഡിൽ നിന്ന് വിളിച്ചോണ്ട് അവിടെ ലേബർ റൂമിൽ കൊണ്ടുപോയിട്ട് ഞാൻ 6:05 ആയപ്പോഴത്തേക്കും പ്രസവിച്ചു. ഡെലിവറി നടന്നു. 8 മണി. പിന്നെ ഒബ്സർവേഷന് നമ്മളെ കിടത്തിക്കുള്ളൂ. അത് കഴിഞ്ഞ് ദൈവം എൻ്റെ 2 ഡെലിവറിയും ഞാൻ പറയും, പലർക്കും പല വേദനയായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവർക്കും ഒരേ വേദന ആയിരിക്കില്ലായിരിക്കും. ചിലർക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കൂടുതലും, ചിലർക്ക് അത്ര ബുദ്ധിമുട്ട് വരും. അങ്ങനെയല്ല, എല്ലാവരും പറയുന്ന പോലെ സുഖപ്രസവം എന്നൊക്കെ പറയുന്നത് അത്ര സുഖമൊന്നും അല്ല. എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കൂല. എന്റെ അനിയത്തിക്ക് ഇപ്പൊ കുറച്ചുപേരെ എക്സ്പീരിയൻസ് പറഞ്ഞതുപോലെ നോർമൽ പറഞ്ഞിട്ട് ലേബർ റൂമിൽ കയറ്റിയ മഷി ഇട്ട് പിന്നെ എമർജൻസി ആയിട്ട് സിസേറിയൻ ചെയ്യുക ചെയ്തേ അനിയത്തിക്ക്. അപ്പൊ ഡെലിവറി പെയിനും സിസേറിയനും ആ പെയിനും. എന്താ മാം? എന്തായിരുന്നു എമർജൻസി എന്തായിരുന്നു പറഞ്ഞത്? കോംപ്ലിക്കേഷൻ എന്തായിരുന്നു? കുഞ്ഞുള്ളില് മഷി ഇട്ടായിരുന്നു, അറിഞ്ഞില്ല. അങ്ങനെ അവക്ക് നോർമലാ പറഞ്ഞിരുന്നത്. പക്ഷെ അവക്ക് നോർമൽ ആയിരുന്നില്ല. ഈ കുഞ്ഞ് മഷി ഇട്ടത് കൊണ്ട് നോർമൽ ആയിരുന്നില്ല. പക്ഷെ എന്റെ കാര്യത്തില് 2 മക്കളെ കാര്യത്തിലും എനിക്ക് സുഖമായിരുന്നു. ഇപ്പൊ ഞാൻ കുറച്ചല്ല, ഇപ്പൊ നല്ല വേദനയാണ്. ഓരോ മാസവും 10 ദിവസമൊക്കെ ഈ ഡെലിവറി പെയിന്, അഡിനോയിഡിന്റെ വേദനയും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഈ ഡെലിവറി സമയത്ത് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ചിലവര് പറയും നോർമൽ ഡെലിവറി ആണ് നല്ലത്, ഓപ്പറേഷൻ അല്ല, നമുക്ക് തണ്ടൽ വേദനയൊക്കെ വരുന്നു. പക്ഷെ നോർമൽ ഡെലിവറി കഴിഞ്ഞാലും എനിക്ക് തണ്ടൽ വേദനയൊക്കെ ഉണ്ട് ഇപ്പോഴും. എനിക്കുണ്ട് മാം. അതെല്ലാരും അങ്ങനെ പറയുന്നത് കേൾക്കാം. നിങ്ങൾക്ക് സുഖമല്ലേ, വാക്യൂമായാലും സുഖപ്രസവമാണല്ലോ, മീൻസ് ആ ലെവലിൽ പറയും. പക്ഷെ വേദനകൾ എല്ലാവരും അനുഭവിക്കുന്നത് ഒന്ന് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. സത്യം. ഇപ്പൊ ഈ ഡെലിവറി കേസും ലേബർ റൂം ഒക്കെ പറയുമ്പോ തന്നെ കൈയൊക്കെ ഇങ്ങനെ തണുത്ത് ആ ഒരു മൈൻഡിലേക്ക് പോയി പേടിക്കും. നോർമൽ ഡെലിവറി ആണ് ഇപ്പോഴും നല്ലതെന്ന് പറയാം. കാരണം ആദ്യത്തെ സിസേറിയൻ ആയിരുന്നു. ഇപ്പോ 2ാമത് പ്രഗ്നന്റ് ആയി. പക്ഷെ കുഞ്ഞ് സ്കാറിലാണ് വന്ന് പറ്റി പിടിച്ചിരുന്നത്. അപ്പൊ അത് കാരണം അത് അബോർഷൻ മറ്റേ DNC ചെയ്യാൻ പറ്റാനില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സിസേറിയൻ ആയിട്ട് തന്നെ കുഞ്ഞിനെ എടുത്ത് മാറ്റേണ്ടി വന്നു. അതിൽ ഒട്ടിപ്പിടിച്ചിരുന്നു സ്കാറിൽ. അങ്ങനെ എന്റെ ഡെലിവറി ടൈമില് ഞാൻ 9ാം മാസത്തെ സ്കാനിങ് ചെയ്യുമല്ലോ. അപ്പൊ ഡോക്ടർ പറഞ്ഞു ആദ്യം ഫുഡൊന്നും കഴിക്കണ്ട, കുഞ്ഞിന് വെയിറ്റ് ഉണ്ട്. അവള് ഡെലിവറി ആ ടൈമില് 3,500 ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല നമുക്ക് ആ ടൈമില്. 9ാം മാസമാണ്. ആ ടൈമിൽ തന്നെ നമുക്ക് വിശപ്പ് കൂടുമല്ലോ. വിശപ്പ് കൂടുന്ന ടൈമില് ഞാൻ ചോറൊന്നും കഴിക്കില്ല, പിന്നെ ചപ്പാത്തി ആക്കി. അങ്ങനെ ഇപ്പൊ 9ാം മാസത്തെ നമ്മളെ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് നമ്മളെ കാണാൻ വരുമ്പോ മറ്റേ ലഡ്ഡു ജിലേബി ഒക്കെ ഉണ്ടല്ലേ, അതൊന്നും കഴിക്കാൻ പറ്റില്ല. ഇതൊക്കെ നെയ്യും അതുപോലെ തന്നെ ഷുഗർ ഉണ്ടായിട്ടില്ല. ഈ നെയ്യൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ വെയിറ്റ് കൂടിയാലോ പേടിച്ചിട്ട് അതൊന്നും കഴിക്കില്ലായിരുന്നു. അപ്പോഷനായല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെ ആയിരുന്നു. അപ്പൊ പേടിയായിരുന്നു എങ്ങനെയാണ്. അപ്പൊ ഞാൻ മറ്റേ ഹെൽത്തിലെ സിസ്റ്ററിനെ വിളിച്ച് ചോദിക്കായിരുന്നു, സിസ്റ്റർ എങ്ങനെയാണ് ഡെലിവറി നടക്കോ അല്ലെങ്കിൽ സിസേറിയൻ ചെയ്യേണ്ടി വരുമോ? അപ്പൊ സിസ്റ്റർ എന്നെ സമാധാനിപ്പിക്കും, കുഴപ്പമൊന്നുമില്ല. 4 കിലോ വരെ ആയിട്ട് വരെയും കുട്ടികളെ ഡെലിവറി ആയിട്ട് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു സമാധാനം അതൊക്കെ കേട്ടപ്പോ. പിന്നീട് കുഴപ്പമുണ്ടായിരുന്നില്ല. ഇവള് ഭയങ്കര തൂക്കം കൂടുതലായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സ്റ്റിച്ചൊക്കെ കുറെ ഉണ്ടായിരുന്നു. ഇപ്പോഴും എനിക്കതൊന്നും ആലോചിക്കാൻ പറ്റുന്നില്ല. ഡെലിവറിയുടെ കാര്യങ്ങളൊന്നും ഭയങ്കര വേദനയും. അങ്ങനെ ഞാൻ എന്നെ 1 മണിക്ക് കൊണ്ടുപോയി. 1 മണിക്ക് കൊണ്ടുപോയിട്ട് മരുന്ന് കയറ്റിയിരുന്നില്ല അവര്. ബ്ലഡ് നമുക്ക് എന്തെങ്കിലും ബ്ലഡിന്റെ ഇത് വരുമ്പോ ആളുകൾ വേണമല്ലോ പുറത്ത്.
ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഹസ്ബൻഡിന്റെ കൂട്ടുകാരായിരുന്നു, അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെന്തോ 2 മണി 3 മണിയൊക്കെ ആയപ്പോഴാണ് വന്നത്. അപ്പൊ അതുവരെ ഇങ്ങനെ ഗ്ലൂക്കോസ് പിന്നെ ഇങ്ങനെ കയറ്റിയിട്ട് അവിടെ ഇട്ടേച്ചിങ്ങനെ. അത് കഴിഞ്ഞിട്ട് അവര് വന്ന് അവിടെ കണ്ടപ്പോഴാണ് പിന്നെ മരുന്ന് ഡെലിവറിയുടെ മരുന്ന് കയറ്റാൻ തുടങ്ങിയത്. കയറ്റി ഒരു 9:15 ആയപ്പോഴത്തേക്കും ഡെലിവറി നടന്നു. അങ്ങനെ തൂക്കം 3,500 ഉണ്ടായിരുന്നു അവള്. സ്റ്റിച്ചാണെങ്കിൽ ആ ഡോക്ടറോട് ഞാൻ ചോദിക്കുന്നത്, സ്റ്റിച്ച് തീരണമില്ല, നമുക്കാണെങ്കിൽ വേദന ഉണ്ടെങ്കിൽ പറയണമെന്ന് പറയാറുണ്ട്. വേദന എടുക്കുന്ന ഡോക്ടറെ എന്ന് പറയും. അപ്പൊ ഇടയ്ക്ക് മറ്റേ ഇഞ്ചക്ഷൻ തരും. അത് കഴിഞ്ഞിട്ട് ഈ കുത്തി വലിക്കണേ നമ്മളെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സ്റ്റിച്ചിടുന്ന കാര്യങ്ങളും. പിന്നെ ഡെലിവറിക്ക് ശേഷം വീട്ടിൽ വന്നിട്ട് സ്റ്റിച്ചിന്റെ കാര്യങ്ങളും അതൊക്കെ ഇപ്പോഴും ആലോചിക്കുമ്പോ നമുക്ക് പേടിയാവും. പിന്നെ ആണെങ്കിൽ ബാത്റൂമിൽ പോവാനായിട്ട് ബുദ്ധിമുട്ട്, ആ വേദനയും ഈ വേദനയും ഒന്നും ആലോചിക്കാൻ എനിക്ക് പറ്റുന്നില്ല. എന്റെ ഹസ്ബൻഡ് പോവാണ്ടിരുന്നു. എന്നിട്ട് കൊണ്ടുപോയി വയറൊക്കെ കഴുകി പിന്നെയാണ് ശരിയായത്. ഇങ്ങനെ മാം, എന്റെ ഹസ്ബൻഡ് ഡെലിവറി ടൈമിൽ അവിടെ തന്നെ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളി കുഞ്ഞ് വരുന്നത് വരെയൊക്കെ ഓക്കെ ആയിരുന്നു. പിന്നെ സ്റ്റിച്ചിടൽ കണ്ടപ്പോ പുള്ളി ആകെ പോയി. പുള്ളിക്ക് അവിടെ അടുത്തൊരു റൂം എടുക്കേണ്ട അവസ്ഥയായിരുന്നു. എനിക്ക് ഇതേപോലെ തന്നെ BP ഡൗൺ ആയതുകൊണ്ട് ഒരു സൈഡിൽ നിന്ന് എനിക്ക് കഞ്ഞി കോരി തരുവാ, ഒരു നേഴ്സ് എനിക്ക് കഞ്ഞി കോരി തരുവാ. ആ സമയത്ത് കഴിക്കാൻ പാടില്ല എന്ന് പറയാറില്ല, ഇങ്ങനെ വയറ് കഴുകണം. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും അല്ലായിരുന്നു. എനിക്ക് എൻ്റയർലി ഡിഫറെന്റ് ആയിരുന്നു. ഞാൻ ചെയ്ത് എന്താ ഇങ്ങനെ, ഞാൻ തന്നെ ചിന്തിച്ചു പോയി. അപ്പൊ ഒരു സൈഡിൽ നിന്ന് കഞ്ഞി തരുന്നു, പിന്നെ ഞാനിട്ട് പുള്ളീനെ നോക്കുന്നേ, പുള്ളി ഓക്കെയാണോ. അല്ല, ഞാൻ നാട്ടിലായിരുന്നു ഡെലിവറി കഴിഞ്ഞത്. നാട്ടിൽ ആസ്റ്ററിലായിരുന്നു ഡെലിവറി. കണ്ണൂര്. എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടോ? എക്സ്പീരിയൻസ് മാം, എനിക്ക് PCOD ഉണ്ടായിരുന്നേ. PCOD പേഷ്യന്റ് ആയിരുന്നു. അപ്പൊ 1.5 വർഷം ട്രീറ്റ്മെന്റിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാപ്രോസ്കോപ്പി ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് പ്രഗ്നൻസി ആയത്. അന്നേരം 2.5 മാസത്തെ സ്കാനിങ്ങിൽ നമ്മള് ഹാർട്ട് ബീറ്റ് സ്കാൻ ചെയ്യില്ലേ, അപ്പം സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു ഹാർട്ട് ബീറ്റ്സ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ വേറെ ഹോസ്പിറ്റലൊക്കെ പോയി നോക്കിയപ്പോഴും പറഞ്ഞു ഹാർട്ട് ബീറ്റ്സ് ഇല്ലെന്ന്. അപ്പം DNC ചെയ്ത് കളയണം എന്ന് പറഞ്ഞു. മെഷീനുള്ളിൽ കയറ്റി DNC സർജറി ചെയ്ത് അങ്ങനെ കളഞ്ഞു. അത് കഴിഞ്ഞ് 2.5 മാസം കഴിഞ്ഞപ്പം വീണ്ടും പ്രഗ്നന്റ് ആയി. സെക്ഷൻ ആയിരുന്നു. അതും എനിക്ക് cervix വികസിക്കുന്നില്ലായിരുന്നേ. അപ്പോ സെക്ഷൻ ചെയ്യേണ്ട വന്നു. ഫസ്റ്റ് 5:30 ആയപ്പോ, വെളുപ്പിന് 5:30 ആയപ്പോ പെയിൻ വരാനുള്ള ഒരു മരുന്ന് വെക്കില്ല നമ്മുടെ യൂട്രസിന്റെ അവിടെ, അതൊക്കെ ചെയ്തിട്ടും വികസിക്കുന്നില്ലായിരുന്നു. എന്നിട്ട് പിന്നെ സെക്ഷൻ ചെയ്യേണ്ടി വന്നു. ഫസ്റ്റ് സെക്കൻഡും സെക്ഷൻ തന്നെയാണ്. സുജിത, ഞാൻ എല്ലാവരുടെയും എക്സ്പീരിയൻസ് കേൾക്കുമ്പോഴൊക്കെ നമ്മള് കണക്ട് ചെയ്ത് എല്ലാവരും നമ്മൾ കേൾക്കുന്നവരെല്ലാവരും കണക്ട് ചെയ്യുന്നുണ്ടാവും. ഞാനിപ്പോ ചിന്തിക്കായിരുന്നു, എനിക്ക് 3 മക്കളാണ്. മൂത്തവര് 2 പേരും നോർമലായിരുന്നു. മോന്റെ ഡെലിവറിക്ക് മാർച്ച് 27 ഡേറ്റ്. ഒരു മാർച്ച് 10 ആയപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. ഡോക്ടർ ഡെയിലി വന്ന് നോക്കും, മരുന്ന് വെക്കും. മാർച്ച് 14 മരുന്ന് വെച്ച്, രാവിലെ മരുന്ന് വെച്ച് ഉച്ചയാകുമ്പോഴത്തേക്ക് നോക്കാന്ന് പറഞ്ഞ് ഡോക്ടർ പോയി. നമ്മുടെയൊക്കെ ലൈഫില് ഇൻഡയറക്ട്ലി നമുക്ക് ദൈവം നമ്മൾക്ക് പല സഹായങ്ങളും നമ്മളുടെ മുമ്പിൽ വരും, അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഡയറക്ട്ലി നമ്മൾക്ക് റെയർ ആയിരിക്കും ഡയറക്ട്ലി നമ്മൾക്ക് ഒരു ദൈവം നമ്മളെ മുമ്പിൽ വരിക എന്ന് പറയുന്നത്. അപ്പൊ രാവിലെ വന്ന് ഡോക്ടർ എനിക്ക് മരുന്ന് വെച്ച് പോയി. പെയിന് വന്നു, പിന്നെ പെയിനൊന്നും ഇല്ല. 12 മണിയപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഇനി മരുന്ന് വെക്കണ്ട, നമുക്ക് നാളെ രാവിലെ നോക്കാം എന്ന് പറഞ്ഞു പോയി. ഡോക്ടർ പോയ ഡോക്ടർ, ഞാൻ എല്ലാം കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാണ്. 2 മണിക്ക് ഡോക്ടർ തിരിച്ചു വന്നിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞു, സുജിത ടെൻഷൻ ആവണ്ട, നമുക്കൊന്ന് ഉള്ളു പരിശോധിക്കാന്ന് പറഞ്ഞു. ജസ്റ്റ് ഡോക്ടർ വന്ന്, എന്തുകൊണ്ടാന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഇപ്പോഴും ഞാൻ എന്റെ മോനെ കാണുമ്പോൾ ഡോക്ടർ ദൈവത്തിനെ പോലെയാണ് ഇപ്പോഴും എനിക്കത് തോന്നുന്നത്. ആ പോയ ഡോക്ടർ 2 മണിക്ക് തിരിച്ചു വന്ന് ഉള്ളു പരിശോധിച്ചിട്ട് പറഞ്ഞു, സുജിത കുട്ടി മഷി ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല എന്താ മഷി ഇട്ടതെന്ന്. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. മിനിറ്റ് കൊണ്ട് എന്റെ ഇട്ട ഡ്രസ്സൊക്കെ ടൈറ്റ് ആയി. സിസേറിയൻ വേണമെന്ന് പറഞ്ഞു. 2 മണിക്ക് ഡോക്ടർ വന്നു, 2:20 സിസേറിയൻ കഴിഞ്ഞു. അനസ്തേഷ്യ കഴിഞ്ഞ് നമുക്ക് ചെറിയൊരു അബോധാവസ്ഥയിലായിരിക്കും.
പക്ഷെ ഡോക്ടർ മോനെ പുറത്തെടുത്തപ്പോ മോൻ കരയുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത് ഡോക്ടർ പറയുന്നുണ്ട് മോൻ കരയുന്നില്ല എന്താണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഉപബോധത്തിൽ കേൾക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു ടെൻഷനോ എന്താ എനിക്ക് നമുക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല, നമ്മുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ആ സമയത്ത് വല്ലാത്തൊരു ഇതായിരുന്നു. പിന്നെ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അവൻ നിലവിളിച്ച് കരഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അത് കേട്ടപ്പോ ഒരുപാട് ആ ഡോക്ടർ എനിക്ക് നമ്മുടെ അപ്പൊ എനിക്ക് നല്ല ബോധമുണ്ട്. ഞാൻ ഡോക്ടറിനെ ശരിക്കും നമിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. അത്രയും ഇപ്പോഴും മോനെ കാണുമ്പോൾ മോന്റെ ബർത്ത്ഡേക്ക് ഒക്കെ ഞാൻ ആ ഡോക്ടർക്കാണ് ആദ്യം നന്ദി പറഞ്ഞ് മോന്റെ ബർത്ത്ഡേക്ക് ദൈവത്തിനോട് നന്ദി പറയുന്നത്. അത്രയും ഒരു മൊമെന്റിലൂടെ കടന്നുപോയി. ശരിക്കും പറഞ്ഞപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് എല്ലാം കഴിഞ്ഞു പെട്ടെന്ന്. 2 മണിക്ക് ഡോക്ടർ വന്നു നോക്കി. അതെ, 2:20 മോൻ ഡെലിവറി സിസേറിയൻ കഴിഞ്ഞു. എല്ലാവരുടെ അനുഭവം പങ്കുവെച്ചല്ലേ നമ്മള്. മാം ഇത് പറഞ്ഞപ്പോ ഞാൻ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞോട്ടെ. ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു 10 days ആയി. 10 days ആയപ്പോ ഇത് ഞങ്ങളിപ്പോ ആയുർവേദ മരുന്നൊക്കെ കുടിക്കുമല്ലോ, ഈ അരിഷ്ടം അങ്ങനത്തെ ഒക്കെ കഴിക്കുമല്ലോ, ലേഹ്യങ്ങളൊക്കെ. അപ്പൊ ഞാനത് സ്റ്റാർട്ട് ചെയ്ത് ഒരു 10 ദിവസം ആയിട്ടുള്ളൂ ഡെലിവറി കഴിഞ്ഞിട്ട്. എന്നിട്ട് അന്ന് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ വിസിറ്റ് ഉണ്ടായിരുന്നു. അന്ന് പോയി അവൻ ഒന്നുമില്ല, ഇങ്ങനെ ആ സമയത്ത് അത്ര സമയമല്ലേ കണ്ണ് തുറക്കുന്നുള്ളൂ, പാല് കുടിക്കുക ഉറങ്ങുക അതാണല്ലോ. അപ്പൊ ഞങ്ങളും വലിയൊരു കാര്യമായിട്ട് എടുത്തില്ല അത്. രാവിലെ പോയി ഈവനിങ് ആയി തിരിച്ചു വരാനൊക്കെ ലേറ്റ് ആയി. എന്നിട്ടും ഇവൻ എണീക്കാതെ നിന്നപ്പോ ഇങ്ങനെ എന്താ എണീക്കാത്തേന്നുള്ളൊരു ടെൻഷനായി. അപ്പൊ പിന്നെ അമ്മയൊക്കെ എടുത്തു തട്ടി നോക്കി, ഒരനക്കവും ഇല്ല കുഞ്ഞിന്. ശ്വാസം ഉണ്ട് എന്നല്ലാതെ, ഇങ്ങനെ ബ്രീത്ത് ചെയ്യുന്നത് നമുക്കിങ്ങനെ മനസ്സിലാവും എന്നല്ലാതെ ഒരു അനക്കവും ഇല്ല കുഞ്ഞിന്. എന്നിട്ട് ഡോക്ടറെ ഞാൻ വിളിച്ചു, പീഡിയാട്രീഷ്യനെ വിളിച്ചു ഇവന്റെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നേരെ ഇങ്ങെടുത്തോ, ഒന്നും നോക്കണ്ട, വെയിറ്റ് ചെയ്യണ്ട, നേരെ ഇങ്ങോട്ടേക്ക് എടുത്തോ, ഞാൻ NICU ഉണ്ട് പറഞ്ഞു. താഴെ ഒന്നും പോകണ്ട, നേരെ ഇങ്ങോട്ടേക്ക് വാന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങളെടുത്ത് ഓടി, നിലവിളിയോ എന്തൊക്കെയോ ഒരു അവസ്ഥയായിരുന്നു ആ സമയത്ത്. എന്നിട്ട് അവിടെ എത്തി പുള്ളി അവനെ അവിടെ കിടത്തി. എന്നിട്ട് എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഡോക്ടർ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ധൈര്യമാന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ അവിടെ കിടത്തിയിട്ട് ആ ബെഡിൽ ഒരു അടി അടിച്ചു, ഇങ്ങനെ ബെഡിന് ഒരു നല്ലൊരു അടി അടിച്ചു. അപ്പൊ ഇവൻ ഞെട്ടി ഇങ്ങനെ എണീറ്റ് കരയാൻ തുടങ്ങി. അപ്പൊ ഡോക്ടർ ചോദിച്ചു എന്താ കഴിച്ചതെന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു ഒന്നും കഴിച്ചിട്ടില്ല, എന്തെങ്കിലും ഇപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അമ്മ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ അരിഷ്ടം ലേഹ്യമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ കോട്ടക്കൽ നിന്ന് മേടിച്ചതാന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഒന്നുമല്ല, അത് കഴിച്ചത് കൊണ്ട് മാത്രം വന്നതാ, അതില് ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ട്. ഇപ്പോഴത്തെ ഈ ആയുർവേദ സാധനങ്ങളിൽ ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ട്, മോശമാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ പലതും അതിൽ ചേർക്കുന്നുണ്ട്. നിങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റുമെങ്കിൽ മാത്രം കഴിച്ചാൽ മതി, അല്ലെങ്കിൽ പ്ലീസ് ഇതെല്ലാം ഇപ്പൊ സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ഡോക്ടറിന് താഴെ പോയിട്ട് നിങ്ങൾ റിസപ്ഷനിൽ പറഞ്ഞെങ്കിൽ അവർ ഡയറക്റ്റ് ICU ഇടും, വേറെ ഒന്നും സംഭവിക്കില്ല, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് പോകാം, എന്റെ വാക്കിനെ വിശ്വസിക്കാന്ന് പറഞ്ഞു. അതൊരു ഭയങ്കര ഇൻസിഡന്റ് ആയിരുന്നു ആ സമയത്ത്. പിന്നെ ഞാൻ കഴിച്ചിട്ടേ ഇല്ല അങ്ങനെ ഒരു സാധനം. ശരിയാണ്, പലർക്കും ഇങ്ങനെ കഷായം അരിഷ്ടൊക്കെ കഴിക്കുന്നത് കൊണ്ട് ഇങ്ങനത്തുള്ള പ്രോബ്ലംസ് വരുന്നുണ്ട് കുട്ടികൾക്ക്. അതെ, കുഞ്ഞിന് ആ പാല് കുടിച്ചത് കൊണ്ടാണ് അത്രയും, കുഞ്ഞിന് ആ പാല് കുടിച്ചത് കൊണ്ടാണ് ആ ഒരു ഇഫക്റ്റ് വന്നത്. അപ്പൊ അതിന് എത്ര ഇഫക്റ്റ് ഉണ്ടാവുമായിരിക്കും. അതേപോലെ എനിക്കൊരു മൂത്ത മോക്ക് 13 ദിവസം ഡെലിവറി കഴിഞ്ഞ് 13 ദിവസമായിട്ടുള്ളേ. അപ്പൊ നമ്മൾ പാല് കൊടുത്തിട്ട് തോളിലിട്ട് ഗ്യാസ് കളയുമല്ലോ. ഇങ്ങനെ ഞാനിങ്ങനെ പാല് കുഞ്ഞിന് കൊടുത്തിട്ട് എന്റെ അമ്മ ഇങ്ങനെ കുഞ്ഞിനെ എടുത്ത് തോളിലിട്ട് ഇങ്ങനെ ഗ്യാസ് കളഞ്ഞപ്പോ പുറത്ത് മിന്നല് ഇങ്ങനെ അടിച്ചു. ഇടിയുടെ സൗണ്ട് ഒന്നുമില്ല, മിന്നലായിരുന്നു. പക്ഷെ അപ്പോ അമ്മയുടെ തോളിൽ കിടന്ന മോൾ ഇങ്ങനെ ഒന്ന് ഏങ്ങിയായിരുന്നേ. ഏങ്ങിയിട്ട് അമ്മ ഇങ്ങനെ തിരിച്ചിഞ്ഞെടുത്തപ്പോഴത്തേക്ക് മോൾ ഇങ്ങനെ കണ്ണ് തുറന്ന് ഇപ്പൊ ഇയാൾ പറഞ്ഞതുപോലെ ഒരു അനക്കോ ഇല്ലാതെ അങ്ങനെ ഇരുന്നു. കരയോ ഒരു എക്സ്പ്രഷൻ ഒരു എന്താ പറയാ ബോഡി കണക്ക് അങ്ങനെ കയ്യിലിരുന്നു. അപ്പൊ ഇതേപോലെ തന്നെ ഭയങ്കര കരച്ചിലും എന്ത് ചെയ്യണോന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എന്റെ അമ്മ ശ്വാസവും ഒക്കെ വായിൽ ഇങ്ങനെ അറിഞ്ഞൂടാ അപ്പോഴത്തെ ആ ഒരു വെപ്രാളത്തിൽ അങ്ങനെയൊക്കെ കൊടുത്തു. മുഖം തുടച്ചു കൊടുത്തു, വെള്ളം തൊട്ട് മുഖമൊക്കെ തുടച്ചു കൊടുത്തു. എന്നിട്ട് വാവയ്ക്ക് ഒരു അനക്കം ഇങ്ങനെ ഇരിപ്പ. എന്നിട്ട് കുറെ അടുത്തുള്ള ആൾക്കാരൊക്കെ കുഞ്ഞിന് പാല് കൊടുന്ന് പറഞ്ഞു. പക്ഷെ കയ്യിൽ തന്നിട്ട് ഇവളിങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുക, അനക്കൊന്നുമില്ല. പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ഇതേപോലെ മോളുടെ ഉള്ളം കാലില് ഡോക്ടർ കൊട്ടിയതും കരഞ്ഞ് യൂറിനൊക്കെ പാസ് ചെയ്ത് മോക്ക് ഏക്കം വീണതാ, ഈ മിന്നലിന്റെ എന്തോ പറ്റിയിട്ട്.
പക്ഷെ ഇടി സൗണ്ട് ഇപ്പോഴും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ, ഇടിയുടെ സൗണ്ട് ഒന്നും ഇല്ലായിരുന്നു, വെറും റിഫ്ലക്ഷൻ മാത്രമേ ഉള്ളായിരുന്നു, ജനലിൽ ഇങ്ങനെ വന്ന് അടിച്ചതാ. പക്ഷെ എന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടാ. അപ്പൊ പിന്നെ ഡോക്ടർ പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല, കളർ ചേഞ്ച് ആവുന്നെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട്, വേറെ പ്രശ്നമൊന്നുമില്ല, ഇതേപോലെ തന്നെ ഡോക്ടർ പറഞ്ഞ് ധൈര്യമായിട്ട് കൊണ്ടുപോയിക്കോളൂ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അടുത്തുള്ളവരൊക്കെ പറഞ്ഞു ഇനിയും കുഞ്ഞിന് ഒന്നിനും പേടി കാണില്ല, സൗണ്ട് അങ്ങനെയൊക്കെ ഉള്ളതിനൊന്നും കുഞ്ഞിന് പേടി കാണില്ല. പക്ഷെ എന്നാലും ഇപ്പോഴും ഇടി വെട്ടുമ്പോൾ ഞാൻ എൻ്റെ 2 മക്കളെയും ചേർത്ത് പിടിക്കും, എനിക്ക് പേടിയാണ്. അന്ന് ആ ഒരു ഇപ്പൊ ഇളയാൾക്ക് 3 വയസ്സായെങ്കിലും ഞാൻ 2 മക്കളെ ഇങ്ങനെ ചേർത്ത് വെക്കും, എനിക്ക് പേടിയാണ്. അതേപോലെ ഈ ഉറങ്ങിക്കിടക്കുന്നെങ്കിൽ വിശ്വസിക്കുമെന്ന് അറിയില്ല, 2 പേരും ഉറങ്ങിക്കിടക്കണമെങ്കിൽ ഞാൻ ചെന്ന് വിളിക്കും, എനിക്ക് പേടിയാണ്. ഈ ഇടിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ 2 മക്കളെ ഞാൻ സത്യം പറയാൻ ഉണർത്തും, എനിക്ക് പേടിയാണ്. അന്ന് ആ മോളിങ്ങനെ കയ്യിലിരുന്നത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരും. അപ്പൊ ഇയാൾ പറഞ്ഞ പോലെ ഒരു അനക്കമില്ല, ശ്വാസം ഒന്നും ഇല്ലാതെ നമ്മളിങ്ങനെ കണ്ണ് തുറന്നിട്ടുണ്ടായിരുന്നു, കണ്ണടച്ചിട്ടില്ല, കണ്ണ് ഇങ്ങനെ തുറന്ന് വെച്ച് അങ്ങനെ ഇരുന്നത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. കുഞ്ഞായിരിക്കും, നമുക്കറിയില്ല അവർക്ക് എന്താ കരച്ചിൽ മാത്രമാണ്. എനിക്ക് തോന്നുന്നത് കുഞ്ഞുങ്ങൾ കരയുന്നതും ഒരു അനക്കവും കരച്ചിലുമാണ് അമ്മമാർക്ക് ആ സമയത്തൊക്കെ ഏറ്റവും വലിയ ആശ്വാസം എന്ന് തോന്നുന്നു. അതിലൂടെ നമുക്ക് അറിയാവൂ എന്താ എന്നുള്ളത്. ശരിയാണ് കരഞ്ഞോണ്ടിരുന്നാൽ നമുക്ക്, കരഞ്ഞുകൊണ്ടിരുന്നാലും ബുദ്ധിമുട്ടായിരുന്നു. എന്റെ മോള് ജനിച്ചു കഴിഞ്ഞിട്ട് 2 മാസം തുടർച്ചയായിട്ട് രാത്രിയാകുമ്പോ എനിക്ക് പേടിയാണ്. രാത്രിയായല്ലോ ഇനിയിപ്പോ കരയാനായിട്ട് തുടങ്ങി, രാത്രിയായ അപ്പൊ കരച്ചിലാണ്. ഡാഡി മമ്മി ഇങ്ങനെ എടുത്തോണ്ട് ഇങ്ങനെ നടക്കുന്നു, അപ്പൊ പിന്നെ അധികം നേരം എടുത്തോണ്ട് നടക്കാനൊന്നും പറ്റില്ലല്ലോ. രാത്രി ആവുമ്പോ എനിക്ക് ഇങ്ങനെ പേടി, ടെൻഷൻ, എന്റെ കണ്ണൊക്കെ എനിക്ക് ഉറപ്പില്ല. ആകെ നമ്മൾ പ്രസവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫുഡൊക്കെ തരുന്നുണ്ട്, എന്നിരുന്നാൽ കൂടി നമ്മൾ ടെൻഷൻ അടിച്ച് ആകെ ഇങ്ങനെ എല്ലാം തൊലിയായിട്ട് മാറി. 2 മാസം കഴിഞ്ഞു, പിന്നെ മാമോദീസൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ ആള് നോക്കി. അത് എനിക്ക് തോന്നുന്നു ഞാൻ കഷായം, നമ്മുടെ ഷോണിമ പറഞ്ഞ പോലെ കഷായം അരിഷ്ടൊക്കെ കുടിച്ചപ്പോ അതിന്റെ ഒരു എഫക്റ്റ് ഉണ്ട് തോന്നുന്നു കുട്ടിക്ക്. വയറുവേദന, എപ്പോഴും അസുഖങ്ങളും ഇതൊക്കെ ആയിരുന്നു. അപ്പൊ ഡോക്ടർ അങ്ങനെ നിർത്താൻ പറഞ്ഞിരുന്നു. അതിന്റെ ഒരു എഫക്റ്റ് ആയിരിക്കാം അങ്ങനെ കുട്ടി കരയുന്നത് ചിലപ്പോ. ഒരു അനുഭവം തന്നെയാണ് നമ്മുടെ കുഞ്ഞിനെ കിട്ടാന്നുള്ള ഒരു സന്തോഷമാണ്. പക്ഷെ അതില് പ്രസവം തുടങ്ങി അതിനെ നോക്കിയെടുക്കാന്നുള്ളതൊരു നമുക്ക് ആലോചിക്കാൻ പറ്റില്ല അല്ലേ. ഒരു 3 years വരെ ഒരു സർവൈവൽ പീരീഡാ മാം. ഒറ്റക്ക് കൂടി ആണെങ്കിൽ പിന്നെ പറയണ്ട, ഇത് എന്തിനാ കരയുന്നേ, ഇത് എന്തിനാ ചിരിക്കുന്നേ തിരിയില്ല. കരഞ്ഞാ പിന്നെ അപ്പൊ പേടിയായിരിക്കും നമുക്ക്. മാമിന് എത്ര മക്കളാണ് മാം? എനിക്കൊരു മോള് 5 വയസ്സ് ഇപ്പൊ. ഓക്കെ, നമ്മുടെ ടൈം ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ചിലപ്പോ വെള്ളിയാഴ്ച മിസ്സായിരിക്കും കേട്ടോ, വെള്ളിയാഴ്ച മിസ്സായിരിക്കും ചിലപ്പോ. ഓക്കെ, നെക്സ്റ്റ് ഭാഗം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. സൈൻ ഔട്ട് ആരാ പറയുന്നത്? ഞാനാ മിസ് പറയട്ടെ. ആ, Good afternoon all. As we come to the end of the today's class session, I would like to express our sincere gratitude to Mildred ma'am for their insightful and engaging class session. Your willingness to share your knowledge with us have been truly valuable. Your dedication ensure a smooth and successful experience for everyone. Today we are discussed about the physical and the motor development. Physical development is process which bring progressive changes in the external as well as internal body to organs of individual, and the motor development refer to be process of individual, particularly children learn to use their muscles and body to perform action intentionally. Some activities like playing with the blocks, puzzles, and sorting button, and the paper tearing, and the coloring and paper folding, it helped to develop motor coordination development. Finally, a big thank you to all of you for attending and participating throughout the class session. Thank you. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ.